ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അക്കൗണ്ടൻസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സിലെ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടും കൺഫ്യൂഷനും വരുന്ന ഒരു ഏരിയ ആണ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ. അതും സെയിൽസ് പ്രൈസിൽ വരുന്നത്. കാര്യം സെയിൽസ് പ്രൈസിൽ വരുമ്പോഴാണല്ലോ നമ്മൾ പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോലും നീങ്ങുന്നത്. കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അഡീഷണൽ കാൽക്കുലേഷൻ ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ ഡെബിറ്റിലും ക്രെഡിറ്റിലും ചെയ്ത് ട്രേഡിംഗ് അക്കൗണ്ടിലെ ഡെബിറ്റിലും ക്രെഡിറ്റിലും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവുകയാണ്. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് സെയിൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും കറസ്പോണ്ടിങ് ആയിട്ട് അതർ ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ പർച്ചേസസ് ആയിട്ട് കൺസിഡർ ചെയ്ത് പോകുന്നെന്നുള്ളൂ. അവിടെ കോസ്റ്റ് പ്രൈസ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രയാസം നമുക്കില്ല. പക്ഷേ ഈ ക്വസ്റ്റിൽ നമുക്ക് സെയിൽസ് പ്രൈസിൽ ആണ് ട്രാൻസ്ഫർ വരുന്നത്. അപ്പോൾ അൺറിയലിസ്ഡ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റിലേക്ക് പോവല്ലേ? അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തേക്കണം. ഞാൻ ഈ ക്വസ്റ്റിന് ഓരോ ഐറ്റം പറയുമ്പോൾ അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണോ P&L ബാലൻസ് ഷീറ്റിലാണോ റിഫ്ലക്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എക്സൽ ഷീറ്റിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഐറ്റംസ് എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷേ വാല്യൂ ഒന്നിലും എഴുതിയിട്ടില്ല. കാര്യം നമുക്ക് അധികം സമയം കളയാതെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണമല്ലോ. കാര്യം ഓരോ ഐറ്റം ഞാൻ എഴുതിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് വീഡിയോ ആകും. ഇപ്പോഴും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, ശരി. എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ക്വസ്റ്റ്യൻ: From the following balances extracted from the books of McDonald prepared department trading P&L account for the year ended 31st December 2024 and a balance sheet as on that date. Capital, balance sheet, liabilities, stock, opening stock, trading account debit. ഞാൻ വാല്യൂസ് ഇവിടെ പറയുന്നില്ല. Purchases, trading account debit. Sales, trading account credit. Land and buildings balance sheet asset, plant and machinery balance sheet asset, furniture balance sheet asset, salaries, indirect expenses P&L account debit, insurance P&L account debit, ജനറൽ എക്സ്പെൻസസ്. നോക്കൂ, ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് എയും ബിയും തന്നിരിക്കുന്നതിന് കൃത്യമായിട്ടും അലോക്കേറ്റ് ചെയ്യാം, ഡയറക്റ്റ് അലോക്കേഷൻ എന്നുള്ള രീതിയിൽ. ജനറൽ എക്സ്പെൻസസ് നമുക്കിവിടെ ക്വസ്റ്റിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അഡ്ജസ്റ്റ്മെന്റിലും പറയുന്നില്ല. അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യണം. കാര്യം അപ്പോർഷൻമെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യണം. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്തെങ്കിലും റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണമായിരുന്നു ഡിപ്പാർട്ട്മെന്റ് എയ്ക്കും ബിക്കും കൊടുക്കാൻ. ഇവിടെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ജനറൽ P&L അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഡെറ്റേഴ്സ് ബാലൻസ് ഷീറ്റ് അസെറ്റ്, ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റീസ്, ഡ്രോയിങ്സ് ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ, സോ ഇറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ്. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക് ബാലൻസ് ഷീറ്റ് അസെറ്റ്സ്. ഇനി നമുക്ക് ഇതിന്റെ അഡീഷണൽ ഇൻഫർമേഷനിലേക്ക് പോവാം. നോക്കുക, നമുക്ക് ഇവിടെ ഇതിനകത്തൊക്കെയാണ് വർക്കിംഗ് നോട്ടായിട്ടൊക്കെ കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചേക്കുക എല്ലാവരും ഒന്ന്. Now, closing stock, Department A, rupees 26,000, which includes goods from Department B, 8,000. അപ്പം എയിലെ 26,000 രൂപയുടെ ഗുഡ്സ് എന്ന് പറയുന്നത് ബിയിൽ നിന്ന് കിട്ടിയ 8,000 രൂപയുടെ ഗുഡ്സും കൂടെ ഉണ്ട്. എത്രയോ രൂപയുടെ ഗുഡ്സ് കിട്ടിയിട്ടുണ്ടോ, അതിലെ 8,000 രൂപയുടെ ഗുഡ്സ് ഇപ്പോഴും എ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോക്കിൽ, ക്ലോസിംഗ് സ്റ്റോക്കിൽ ഉണ്ടെന്നാണ് പറയുന്നത്. At cost to Department A, and Department B, rupees 52,000, including goods from Department A, rupees 18,000 at cost to Department B. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യം, ഈ പറയുന്ന ട്രാൻസ്ഫർ നടത്തിയിരിക്കുന്നത് മാർക്കറ്റ് പ്രൈസിലോ സെല്ലിംഗ് പ്രൈസിലോ ആണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ 8,000-നെയും അതുപോലെ തന്നെ 18,000-ൻ്റെയും പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അത് നമുക്ക് സെയിൽസ് എങ്ങനെയാണ് തന്നിരിക്കുന്നത് നോക്കിയിട്ട് വേണം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ. Now, opening stock of Department A and Department B includes goods of the value of rupees 2,000 and 3,000 taken from Department B and Department A respectively at cost to transfer departments. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതാണോ അവർ കൃത്യമായിട്ട് തന്നെ അത് കോസ്റ്റിലാണ് കിടക്കുന്നതാണ്. കാര്യം കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞപ്പം നമുക്കിവിടെ കോസ്റ്റ് പ്രൈസ് തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കിന് പ്രത്യേകിച്ച് പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. കാര്യം അത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ടു ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെന്റ്സ് എന്നുള്ള രീതിയിലാണ്. അവരുടെ കോസ്റ്റ് എത്രയുണ്ടായിരുന്നോ ആ കോസ്റ്റിലാണ്, അതായത് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണോ അവരുടെ കോസ്റ്റ് പ്രൈസിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തേർഡ് പോയിന്റ് പറയുന്ന അനുസരിച്ചാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കാൽക്കുലേഷനിലേക്ക് നമ്മൾ മാറുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. സെയിൽസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എ ഇൻക്ലൂഡ്സ് ട്രാൻസ്ഫർ ഓഫ്
goods to Department B of the value of 40,000 and sales of Department B includes transfer of goods to Department A of the value of rupees 60,000, both at market price to the ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. കൈമാറ്റം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാർക്കറ്റ് പ്രൈസിലാണ്, സെല്ലിംഗ് പ്രൈസിലാണ് അവരത് കൃത്യമായിട്ടും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മീൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എ കൊടുത്തിരിക്കുന്ന അവരുടെ സെല്ലിംഗ് പ്രൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ബിക്കും, ഡിപ്പാർട്ട്മെൻറ്റ് ബി ഡിപ്പാർട്ട്മെൻറ്റ് എ കൊടുത്തിരിക്കുന്ന അവരുടെ സെല്ലിംഗ് പ്രൈസിലുമാണ്. അതുകൊണ്ട് തന്നെ ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ മാർക്കറ്റ് പ്രൈസിൽ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഉറപ്പായിട്ടും എന്ത് വന്നിട്ടുണ്ടാവും, ഈ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്, അതായത് സെല്ലിംഗ് പ്രൈസിനകത്ത് പ്രോഫിറ്റും കൂടെ ഇൻഫ്ലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് വന്നിരിക്കുന്നത്. സോ വി നീഡ് ടു കാൽക്കുലേറ്റ് പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഫോർ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് rupees 8,000 in Department B and 18,000 in 8,000 റുപ്പീസ് എൻ്റെ സ്റ്റോക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എയിലാണ്. അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ നമ്മളത് വർക്കൗട്ട് ചെയ്യണം. ബിയുടെ ഗുഡ്സ് ആയതുകൊണ്ട് തന്നെ ബിയുടെ പ്രോഫിറ്റിനെ ബേസ് ചെയ്ത് വേണം കണ്ടുപിടിക്കാനായിട്ട്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ബിയിൽ 18,000 റുപ്പീസ് കിടപ്പുണ്ട്. എയുടെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ട് വേണം അവിടെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ആൻഡ് ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിപ്രീഷിയേറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി ബൈ 10% പെർ ആനം ആൻഡ് ഫർണിച്ചർ ബൈ 20% പെർ ആനം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിനെ കുറിച്ച് ചിന്തിക്കണ്ട. നിങ്ങൾ യാതൊരു വിധത്തിലും അവിടെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ നിങ്ങൾ കാണിക്കേണ്ട. നിങ്ങൾക്ക് വളരെ നോർമലായിട്ട് ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് വരയ്ക്കാം. ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ടിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്ത് പോകുന്നതിനെ കുറിച്ച് ഒന്ന് നോക്കിയേക്കാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാനിവിടെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻ എല്ലാം ഞാൻ ഫർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം ഒന്ന് ലാഭിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിവിടെ നോക്കാം ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂസ് എന്താണെന്നുള്ളത് ഒന്ന് നോക്കിയേക്കാം. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന അനുസരിച്ച് 6,000 to 8,000 ആണ്. നമുക്കത് റെക്കോർഡ് ചെയ്യാം. 6,000 then 8,000. Okay, now purchases. Purchasesന്റെ വാല്യൂ 1,80,000 2,84,000 ആണ്. 1,80,000 2,84,000. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സെയിൽസിൻ്റെ വാല്യൂ 4 lakhും 6,40,000 ആണ് തന്നിരിക്കുന്നത്. 4 lakh and 6,40,000 അല്ലേ? 6,40,000 എന്ന് പറഞ്ഞ എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫറിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ എത്രയാണ് തന്നിരിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഒന്ന് നോക്കിയേക്കാം. ക്വസ്റ്റ്യൻ എത്രയാണ് തന്നിരിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കിയേക്കാം. ഇവിടെയാണ് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ പറഞ്ഞിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് എയുടെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ബിയിലേക്ക് കൊടുത്തിരിക്കുന്ന 40,000 രൂപയ്ക്കാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് എയ്ക്ക് അത് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് സെയിൽസ് എന്നും ഡിപ്പാർട്ട്മെന്റ് ബിക്ക് അത് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസസ് ആയിട്ടും നമ്മൾ കൃത്യമായിട്ടും കാണിച്ചിരിക്കണം. അപ്പോൾ ആദ്യം അത് നോക്കാം. ഇന്റർ ഡിപ്പാർട്ട്മെന്റ് സെയിൽസ് അല്ലേ, എയെ സംബന്ധിച്ചിടത്തോളം അത് സെയിലാണ്. സോ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ 40,000 ആണ് നമ്മളിവിടെ വാല്യൂ കാണിക്കുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് ബിയുടെ പർച്ചേസസിലായിട്ട് നമുക്ക് മീൻസ് ഡെബിറ്റ് സൈഡിൽ ആ 40,000 കാണിച്ചേക്കാം. ഇനി നമുക്ക് വേണ്ടത് ഡിപ്പാർട്ട്മെന്റ് ബിയുടെയാണ്. 60,000 ആണ് ഡിപ്പാർട്ട്മെന്റ് ബിയുടെ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് സെയിൽസ് ആയിട്ട് പറയുന്നെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എയ്ക്ക് അത് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസസ് എന്നുള്ള രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതുണ്ടല്ലേ, ഇത് ചെയ്യാൻ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല. ഇതിനു വേണ്ടി പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടോന്നൊക്കെ പറഞ്ഞ് ടെൻഷനും ഒന്നും വേണ്ട. തൽക്കാലം തന്നിരിക്കുന്ന വാല്യൂ നമ്മളങ്ങ് ചെയ്യുന്നു. ഇനി നമ്മളെ സമയത്തോളം ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എഴുതാം. അവിടെയും ഞാൻ പറയുകയാണ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എഴുതാനും ടെൻഷൻ വേണ്ട. 26,000 എയ്ക്കും 52,000 ബിക്കും നമുക്ക് എഴുതാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതിയേക്കാം. 26,000 26,000 then 52,000.
ഇനി നമ്മുടെ യൂഷ്വൽ പ്രോസസ്സ് എന്താണ്? നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. സോ ഇവിടെ 6,40,000 പ്ലസ് 60,000 പ്ലസ്, സോ ടോട്ടൽ നമുക്ക് 7,52,000 വന്നിട്ടുണ്ട്. ഇത് കറസ്പോണ്ടിങ് ആയിട്ട് എയുടെ ടോട്ടൽ എന്ന് പറയുന്നത് 4,66,000 ആണ്. ഇനി നമുക്കത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനത് വാല്യൂ ഇവിടെ എഴുതി കൊടുത്തേക്കാം. 7,52,000 for B and 4,66,000 for ഡിപ്പാർട്ട്മെന്റ് എ. ടോട്ടൽ ആണ്. ഇനി നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ബിയുടെ 7,52,000 മൈനസ് 40,000 മൈനസ് 2,84,000 മൈനസ് 8,000. സോ ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ബി വിൽ ബി 4,20,000. അങ്ങനെയാണ് എയുടെ വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2,20,000. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. ഈ സെയിം കാര്യം നമുക്കൊന്ന് ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതാം. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ 2,20,000 and 4,20,000. ഇനി നമുക്ക് നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ എഴുതേണ്ട എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് പി ആൻഡ് എൽ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, സാലറിയും ഇൻഷുറൻസും. സാലറി 80,000 65,000 ആണ്. സോ സാലറി 80,000 and 65,000. Sorry, okay, 65,000. ദെൻ അടുത്ത വരുന്നത് നമുക്ക് ഇൻഷുറൻസ് ആണ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്. അതും കൂടെ നമുക്കൊന്ന് റെക്കോർഡ് ചെയ്തേക്കാം. ഇൻഷുറൻസ് 1350 ആണ് വന്നിരിക്കുന്നത്. സോ 30,000 55,000 30 and 55,000. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നമുക്കിവിടെ ടോട്ടൽ ചെയ്തേക്കാം 4,20,000. ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് 2,20,000 ആണ്. ഒരു വാല്യൂ എഴുതാനായിട്ട് ഒരു സീറോയും കൂടെ ആഡ് ചെയ്യാനുണ്ട്. സോ 2,20,000. ഇനി നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. 2,20,000 4,20,000. ഓക്കെ, നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 4,20,000 മൈനസ് 55,000 മൈനസ് 65,000 മൈനസ് 7,52,000. സോറി, നമുക്ക് രണ്ട് വാല്യൂ ഉള്ളൂ. സോ ഒന്നും കൂടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം. 4,20,000 മൈനസ് 55,000 മൈനസ് 65,000. സോ വാല്യൂ വിൽ ബി 3 lakh. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 3 lakh ആണ് വന്നിരിക്കുന്നത്. ബിയുടെ വന്നിരിക്കുന്നത്, എയുടെ വന്നിരിക്കുന്നത് 1,10,000 ആണ്. സോ ദിസ് ഈസ് അവർ നെറ്റ് പ്രോഫിറ്റ്. ഇത് നമ്മൾ എങ്ങോട്ടാണ് മാറ്റുന്നത്? നമ്മുടെ ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് മാറ്റണം. കാര്യം നമുക്ക് കോമൺ എക്സ്പെൻസുകളുള്ളത് അത് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ജനറൽ പി ആൻഡ് എൽ. ഓക്കെ, ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജനറൽ പി ആൻഡ് എല്ലിലേക്ക് വരുമ്പോഴത്തേക്കും ഇത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ജനറൽ പി ആൻഡ് എല്ലിലേക്ക് പോകാം. ഇവിടെ വരുമ്പോഴേ ഉള്ളൂ നമുക്ക് വർക്കിംഗ് നോട്ടിനൊക്കെ ആവശ്യമുള്ളൂ. ഓക്കെ, നമുക്ക് പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ പി ആൻഡ് എൽ എന്ന് പറഞ്ഞിരിക്കുന്നത്, സോ ഡിപ്പാർട്ട്മെന്റൽ പി ആൻഡ് എൽ
അത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ഡിപ്പാർട്ട്മെന്റ് ബി, നെറ്റ് പ്രോഫിറ്റ്, ഡിപ്പാർട്ട്മെന്റ് എ. നിങ്ങൾക്ക് വേണേൽ ഇന്നർ കോളം കോൺസെപ്റ്റ് ഒക്കെ വേണം നോക്കാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിവിടെ തന്നിരിക്കുന്ന 1,10,000 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് എയുടെ. ഇനി ഡിപ്പാർട്ട്മെന്റ് ബിയുടെ വരുന്നത് അത് നമുക്ക് 3 lakh ആണ് വന്നിരിക്കുന്നത്. സോ ടോട്ടൽ വന്നിരിക്കുന്നത് 4 lakh ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ നമുക്ക് കളയാവുന്ന എക്സ്പെൻസുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ജനറൽ എക്സ്പെൻസിൻ്റെ കാര്യം നമ്മുടെ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടായിരുന്നു ഒരു ഐറ്റം 60,000 ആണ് ജനറൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് എഴുതിയേക്കാം 60,000. ഇനി ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി നമുക്ക് ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിലേക്ക് പോകാം. പ്ലാന്റ് ആൻഡ് മെഷീനറി 10%, ഫർണിച്ചർ 20%. സോ ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ 85,000 ആണ്. അതിൻ്റെ 10% പറയുമ്പോൾ 8,500. ഫർണിച്ചറിൻ്റെത് 20% പറയുമ്പോൾ 5,020 എന്ന് പറയുമ്പോൾ 1,000 ആണ് വരുന്നത്. സോ 8,500 ഫോർ പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് 1,000 ഫോർ ഫർണിച്ചർ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്കിനി ഈ പറഞ്ഞ കാര്യത്തിൻ്റെ വർക്കിംഗ് നോട്ടിലേക്ക് പോകാം. അപ്പം ഞാൻ വർക്കിംഗ് നോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഒന്ന് ഇത് ബ്രീഫ് ചെയ്യാം. നമ്മൾ ആദ്യം നമുക്ക് കാൽക്കുലേഷൻ ഓഫ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എയുടെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എ. ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ വന്നിരിക്കുന്നത് അത് എത്രയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ആ പാരഗ്രാഫ് ആദ്യം തന്നെ എങ്ങനെയാണ് പറയുന്നത്, ഫസ്റ്റ് പോയിന്റിൽ 26,000 രൂപ ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളതിൻ്റെ അകത്ത് 8,000 രൂപ ഡിപ്പാർട്ട്മെൻറ്റ് ബിയുടെയാണ്. അപ്പോൾ നമുക്ക് ആ വാല്യൂ കിട്ടിയല്ലോ 8,000 റുപ്പീസ്. നമുക്ക് 8,000 റുപ്പീസ് എഴുതാം. ഇനി ബിയുടെ ഗ്രോസ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്, കാര്യം ബി എത്ര രൂപയ്ക്കാണോ വിറ്റിരിക്കുന്നത് അതിനകത്ത് ബിയുടെ പ്രോഫിറ്റും കൂടെ ചാർജ് ചെയ്തിട്ടുണ്ട് എക്ക് കൈമാറിയപ്പോഴത്തേക്കും, അല്ലേ? ബി കൈമാറുമ്പം ബിയുടെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ആ ബിയുടെ പ്രോഫിറ്റിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ബിയുടെ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻക്ലൂഡിങ് ഇൻറ്റു ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ബിയുടെ ഗ്രോസ് പ്രോഫിറ്റ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് വന്നിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. ബിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4,20,000 ആണ്. നമ്മൾ ആ ഫോർമുല അനുസരിച്ച് ഓരോ ഐറ്റം ഒന്നും കൂടെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. സെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, ബിക്ക് സെയിൽസ് നോർമൽ സെയിൽസ് എന്ന് പറയുന്നത് 6,40,000 ആണ്. അതും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഈ ബിന്ന് എയിലോട്ട് കൊടുക്കുക. അപ്പോൾ ഈ 60,000 രൂപയ്ക്കകത്താണ് ബിയുടെ പ്രോഫിറ്റ് ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിയുടെ ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ 8,000 രൂപയ്ക്കകത്ത് എത്ര പ്രോഫിറ്റ് റിസർവ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. ജി പി റേഷ്യോ ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻക്ലൂഡിങ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ഇവിടെ 6,40,000 പ്ലസ് നമുക്ക് രണ്ടും കൂടെ കൂടിയുള്ളൊരു എമൗണ്ട് ആണ് അവിടെ വരുന്നത്. അതും കൂടെ ഒന്ന് കാണിച്ചേക്കാം ഞാൻ. നമുക്ക് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് രണ്ടും കൂടെ കൂട്ടിയുള്ള എമൗണ്ട് ആണ്. ഹെൻസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു 4,20,000 divided by 7 lakh into 100. 60% ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 8,000 രൂപയിലെ 60% എന്ന് പറയുന്നത് ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 100 നമുക്ക് 4,800 രൂപയാണ് എയുടെ ക്ലോസിംഗ് സ്റ്റോക്കിലെ പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അത് നമുക്കൊരു കാര്യം ചെയ്തേക്കാം, ഇവിടെ നമുക്ക് എഴുതിയേക്കാം 4,800. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് സമാനമായിട്ട് ബിയുടെ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഇത് നോക്കാതെ തന്നെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഇനി അപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യം വാല്യൂ ഓഫ് ഗുഡ്സ് ട്രാൻസ്ഫർഡ് ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് എ ഇൻക്ലൂഡഡ് ഇൻ ദി ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ബി. ഡിപ്പാർട്ട്മെൻറ്റ് ബിയിൽ കിടക്കുന്ന എത്രയാണെന്നുള്ളതാണ്. അത് നമ്മുടെ ക്വസ്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം 18,000 ആണ് ആ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണെങ്കിൽ 18,000 ഇവിടെ എഴുതി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എ ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എയുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കണം, വേണ്ടേ?
അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,20,000 ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും എയുടെ സെയിൽസ് എന്ന് പറയുന്നത് 4 ലാക്ക് ആണ്. എയുടെ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 40,000 ആണ്. അതും എഴുതിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് അവരുടെ ടോട്ടൽ എന്ന് പറയുന്നത്. നമുക്കതും കൂടെ ഒന്ന് കൂട്ടി വെച്ചേക്കാം. 4 ലാക്ക് പ്ലസ് 40,000 4,40,000 ആണ് അവരുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസ് ഇൻക്ലൂഡിങ് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എത്രയായിരിക്കാം? 2,20,000 ഡിവൈഡഡ് ബൈ 4,40,000 ഇൻറ്റു 100 അല്ലേ? എത്രയാണ് അപ്പോൾ വരുന്നത്? 50% ആണ്. ഏതിൻ്റെ 50% ആയിരിക്കണം? 18,000. സോ provision for unrealized profit will be 18,000 into 50 divided by 100, which is equal to how much? 9,000. അങ്ങനെയാണെങ്കിൽ provision for unrealized profit എന്ന് പറയുന്ന ബിയുടേത് 9,000 rupees ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് മക്കളെ? ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. സോ ടോട്ടൽ 4,10,000 ആണ് വരുന്നത്. ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു 4,10,000. നൗ മൈനസ് ചെയ്യേണ്ടത് 4,10,000 minus 9,000 minus 4,800 minus 1,000 minus 8,500 minus 60,000. ഒന്നും കൂടെ ഓക്കെ, 4,10,000 minus 9,000 minus 4,800 minus 1,000 minus 8,500 minus 60,000. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 3,26,700 ആണ്. ഇത് നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. നെറ്റ് പ്രോഫിറ്റ് transferred to balance sheet. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ് ആദ്യം ഇങ്ങ് തീർത്തേക്കാം. ഇവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh ആണ് തന്നിരിക്കുന്നത്. 1 lakh. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം 3,26,700. ടോട്ടൽ വരുമ്പോഴത്തേക്കും 4,26,700 വന്നു. ഡ്രോയിങ്സ് എമൗണ്ട് നമുക്ക് ക്വസ്റ്റിൽ ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നത് 35,000 ആണ്. സോ 35,000 final value will be 4,26,700 minus 35, which is equal to 3,91,700 ആണ്. Now creditorsന്റെ വാല്യൂ തന്നിരിക്കുന്നത് 20,000 ആണ്. ഇത് എഴുതാൻ നിങ്ങൾക്ക് ഒരു പ്രയാസമില്ല. ഇത്രയും വരെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ദെൻ ലൈബിലിറ്റി സൈഡിലേക്ക് അസറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമുക്ക് അതിൻ്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത് നോക്കിയേക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,60,000 ആണ് തന്നിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ടർ കോളത്തിൽ ഡയറക്റ്റ് എഴുതിയേക്കാം. ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കേസ് വരുമ്പോഴത്തേക്കും 85,000 ആയിരുന്നു. നമ്മൾ 8,500 ഡിപ്രീസിയേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇനി അത് നോക്കാൻ പോകുന്നില്ല. ലെസ് ഡിപ്രീസിയേഷൻ 8,500. അങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 85,000 മൈനസ് 8,500 വാല്യൂ വിൽ ബി 85,000 minus 8,500 amount will be 76,500. ഫർണിച്ചറിൻ്റെ വാല്യൂ 5,000 ആയിരുന്നു. ഡിപ്രീസിയേഷൻ വാല്യൂ 1,000 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 4,000 ആണ്.
ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് എയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 26,000ഉം ഡിപ്പാർട്ട്മെന്റ് ബിക്ക് 52,000ഉം ആയിരുന്നു. സോ 26,000 ആൻഡ് 52,000. നമുക്കിവിടെ ഇവരെ രണ്ടുപേരുടെയും കൂടെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4,800ഉം 9,000ഉം ആണ്. ടോട്ടൽ എന്ന് പറയുമ്പോഴത്തേക്കും 9 + 4 13,800 ആണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് നമുക്ക് പറയുന്നത്. 13,800. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടി അതിന് ശേഷം ഇത് മൈനസ് ചെയ്യുന്ന പോലെ കാണിച്ചാലും മതി. ഞാൻ അത്രയും സമയം കളയുന്നില്ല. 26,000 പ്ലസ് 52,000 മൈനസ് നമുക്ക് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത് സോ നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് 64,200. അതായത് 26,000 കൂടെ 52,000 കൂട്ടി 13,800 നമ്മൾ കുറച്ചിരിക്കുവാണ്. നൗ ഡെറ്റേഴ്സിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഡെറ്റേഴ്സ് 45,000ഉം ക്യാഷ് 62,000ഉം. 45,000 ആണ് ഡെറ്റേഴ്സിൻ്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത്. 62,000 ആണ് ക്യാഷിൻ്റെ എമൗണ്ട് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ടോട്ടൽ ചെയ്ത് നോക്കാം. ലൈബിലിറ്റി സൈഡ് ടോട്ടൽ ചെയ്യാൻ വലിയ പാടില്ല. 2 ഐറ്റമേ ഉള്ളൂ. 3,91,700ഉം 20,000ഉം. സോ 4,11,700 ആണ് വന്നിരിക്കുന്നത്. നമുക്കിനി ആസെറ്റ് സൈഡും കൂടെ നോക്കാം. 62,000 പ്ലസ് 45,000 പ്ലസ് 64,200 പ്ലസ് 4,000 പ്ലസ് 76,500 പ്ലസ് 1,60,000. നോക്കിയേ 11,700 ആയിട്ട് വന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകാനുള്ളൂ. ഒത്തിരി കോംപ്ലിക്കേഷനോട്ടൊന്നും ചിന്തിക്കേണ്ട. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ വരുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ഭയം നമുക്കുണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല. ഞാനിത് ചെയ്ത് കാണിച്ചപ്പോൾ മനസ്സിലാക്കാണല്ലോ, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ അത് അഫക്റ്റ് ചെയ്യുന്നില്ല, P&L അക്കൗണ്ടിൽ അഫക്റ്റ് ചെയ്യുന്നില്ല. ജനറൽ P&L വരുമ്പോൾ മാത്രമാണ് അവിടെ നമുക്കൊരു വർക്കിംഗ് നോട്ടായിട്ട് വരണ്ടേ. അത് കൃത്യമായിട്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്, അതിൻ്റെ സ്റ്റോക്ക് പൊസിഷൻ എത്രയാണ് അപ്പുറത്തെ ഡിപ്പാർട്ട്മെൻറ്റ് കിടക്കുന്നത്, അത് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം എത്ര പ്രോഫിറ്റ് ചാർജ് ചെയ്താണ് അയക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ ഗ്രോസ് പ്രോഫിറ്റും അതിൻ്റെ സെയിൽസും ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫറും വെച്ചിട്ട് നമ്മൾ GP റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വിലയിരുത്തണം. ക്വസ്റ്റ്യനെ വിലയിരുത്തുന്ന പോലെയാണ് ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കോസ്റ്റിൽ വരുന്ന കേസാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഈ പറയുന്ന പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ, വളരെ ചെറിയൊരു അറ്റൻഷൻ ക്വസ്റ്റ്യനിൽ കൊടുത്താൽ, മനസ്സിരുത്തി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു സെഷനുമായിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.